ഇത് മാസ് മോട്ടോഴ്സിൽ നിന്നാണ് നമ്മുടെ ഹോണ്ട ആക്റ്റീവ ജനറൽ സർവീസുമായി ബന്ധപ്പെട്ട് കയറ്റിയതാണ്. അതിനകത്ത് നമുക്ക് കംപ്ലൈൻ്റ് ആയിട്ട് പറഞ്ഞിരിക്കുന്നത് നമുക്ക് ഓവർഫ്ലോൻ്റെ കംപ്ലൈൻറ്റ്, അതായത് പെട്രോളാണോ ഓയിലാണോ ലീക്കേജിൻ്റെ കേസ് പറയേണ്ടായിരുന്നു. അങ്ങനെ ഒന്ന് രണ്ട് കംപ്ലൈൻറ്റ്. പിന്നെ ജനറലായിട്ട് ചെക്കപ്പും കാര്യങ്ങളൊക്കെയാണ് പറഞ്ഞത്, സർവീസ് ജനറൽ സർവീസായിട്ട്. അപ്പോൾ നമ്മൾ അതുമായി ബന്ധപ്പെട്ട് നമ്മളതിൻ്റെ ബാക്ക് ബ്രേക്കൊക്കെ നമ്മൾ ചെക്ക് ചെയ്യാൻ വേണ്ടി അയച്ചാണ്. നമുക്കതുമ്മേ കിടക്കുന്ന കമ്പനി ലൈനറാണ്, ഹോണ്ടയുടെ ഒറിജിനൽ ലൈനർ തന്നെയാണ്. ലൈനർ ഏകദേശം പകുതിയായിട്ടുണ്ട്. പകുതി ആയേക്കണമെന്ന് പറയുമ്പോഴത്തേക്കും അഡ്ജസ്റ്റിങ് മാക്സിമത്തിലേക്ക് കയറി പോയിട്ടുണ്ട്. അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ ഇവിടെ ബ്രേക്ക് നമ്മൾ ഉപയോഗിച്ച് ഹബിന് തേമാനം വന്നിട്ട് ഇവിടെ ഒരു സ്റ്റെപ്പ് പോലെ ആയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ആ പ്രോബ്ലം കാണിക്കുന്നത് കേട്ടോ. കാരണം ഈ ലൈനർ നമുക്ക് പരമാവധി മാക്സിമം ഉപയോഗിക്കാൻ പറ്റില്ല. അതിക്ക് മുമ്പ് നമുക്ക് ബ്രേക്ക് അഡ്ജസ്റ്റിങ് കഴിയും. അപ്പോൾ കാരണം അത് കറക്റ്റായിട്ട് വരണമെന്നുണ്ടെങ്കിൽ നമുക്ക് ലൈനർ തന്നെ മാക്സിമം ലൈനർ മാറ്റിയിട്ട് പുതിയ ഇടുന്ന സ്ഥലത്ത് ആ ഹബ്ബും കൂടി മാറ്റി തേമാനുള്ള ഹബ്ബ് മാറ്റി പുതിയ ഹബ്ബ് സെറ്റ് ചെയ്യുകയാണെങ്കിൽ അത് മാക്സിമം നമ്മൾ പുതിയ വണ്ടിയുടെ കണ്ടീഷനിലേക്ക് തന്നെ മാറും. അത് നമ്മൾ ഉപയോഗിച്ചിട്ട് വന്ന തേമാനാണ് കേട്ടോ. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ഈ ഭാഗത്തേക്ക് നോക്കുമ്പോൾ ഇവിടെ ചെറിയൊരു ഓയിൽ ലീക്ക് കാണുന്നുണ്ട്. അത് ഗിയർ ബോക്സിൻ്റെ ഉള്ളിൽ തന്നെ ഓയിൽ ചെറുതായിട്ട് ലീക്കായി തുടങ്ങിയേക്കണതാണ്. പക്ഷേ നമുക്കത് ഇപ്പോൾ വലിയ മേജറായിട്ടുള്ള പ്രശ്നമായിട്ട് തോന്നണില്ല. കാരണം ബെയറിങ്ങിനോ കാര്യങ്ങൾക്കോ പ്ലേയോ കാര്യങ്ങളൊന്നുമില്ല. ചെറിയൊരു ഓയിൽ ലീക്കിൻ്റെ നനവ് കൂടെ കാണുന്നുണ്ട്. അപ്പോൾ അതൊന്ന് ശ്രദ്ധിച്ചോളാം. കാരണം എന്താ വെച്ചാൽ കൂടുതലായിട്ട് ഓയിൽ ലീക്കേജ് കാര്യങ്ങളൊക്കെ വന്ന് ഓയിൽ ഒരുപാട് പോയി കഴിഞ്ഞാൽ നമുക്ക് ഗിയർ വീലുകൾക്ക് കേടാണ്. കാരണം ആകെ കൂടി നമുക്ക് ഇതിനകത്തുള്ളത് 120 മില്ലി ഓയിലാണ്. അപ്പോൾ അത് നമ്മൾ കൃത്യമായിട്ട് ഒന്ന് മോണിറ്റർ ചെയ്താൽ മതി, ഇടയ്ക്കൊന്ന് ചെക്ക് ചെയ്താൽ മതി. അത് അല്ലെങ്കിൽ നെക്സ്റ്റ് സർവീസൊക്കെ ആകുമ്പോൾ ജനറൽ സർവീസായിട്ട് തന്നെയാണ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഇതേപോലെ തന്നെ കയറ്റിയിട്ട് എല്ലാ ഭാഗങ്ങളും ചെക്ക് ചെയ്യും. ആ കൂട്ടത്തിൽ കൂടുതൽ ലീക്കേജോ അങ്ങനെ വേറെ എന്തെങ്കിലും പ്രോബ്ലംസ് ഉണ്ടെങ്കിൽ നമുക്ക് അടുത്ത സർവീസിൽ അത് അഴിച്ച് ചേഞ്ച് ചെയ്തിടാം കേട്ടോ. പിന്നെ അതുപോലെ നമ്മളതിൻ്റെ എയർ ഫിൽറ്ററിൻ്റെ ഭാഗം നമ്മൾ അഴിച്ച് ചെക്ക് ചെയ്യാനുണ്ട്. ഇതുമ്മ കിടക്കണ എയർ ഫിൽറ്റർ പുതിയ ഫിൽറ്ററാണ്. പക്ഷേ കമ്പനി ഫിൽറ്ററൊന്നുമല്ല, ഒരു കുറഞ്ഞ കമ്പനിയുടെയാണ്. പക്ഷേ പുതിയ ഫിൽറ്ററാണ്. അപ്പോൾ നമുക്ക് എയർ അടിച്ചൊന്ന് ക്ലീനാക്കി റീസെറ്റ് ചെയ്യാം. ഇത് എയർ ഫിൽറ്ററൊക്കെ ശരിക്കും ജെനുവിൻ പാർട്സ് യൂസ് ചെയ്യണതാണ് കേട്ടോ ബെറ്റർ. കാരണം എന്ന് വെച്ചാൽ ഒരു 10,000 കിലോമീറ്ററാണ് നമുക്ക് എയർ ഫിൽറ്ററും പ്ലഗൊക്കെ യൂസ് ചെയ്യാൻ പാടുള്ളൂ. അപ്പോൾ ഇതിൻ്റെ പ്രത്യേകത വെച്ചാൽ ഇത് തനി പേപ്പർ ഫിൽറ്ററാണ്. പേപ്പർ ഫിൽറ്റർ എന്ന് പറയുന്നത് പെട്ടെന്ന് പൊടി കയറി ബ്ലോക്ക് വരാനുള്ള സാധ്യത കൂടുതലാണ്. നമുക്ക് ഹോണ്ടയ്ക്കൊക്കെ ഉപയോഗിക്കുന്നത് വിസ്കസ് ടൈപ്പ് എയർ ഫിൽറ്ററാണ്. പേപ്പർ ടൈപ്പ് ആണെങ്കിലും അതിന് ഓയിൽ ലൂബ്രിക്കേഷൻ ഉണ്ട്. ആ പേപ്പറിൻ്റെ ക്വാളിറ്റിയിൽ തന്നെ വ്യത്യാസമുണ്ട്. അപ്പോൾ നെക്സ്റ്റ് ടൈം മാറ്റണ സമയത്ത് ഒറിജിനൽ യൂസ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കാം. പിന്നെ എന്ന് പറഞ്ഞാൽ നമുക്ക് അതിൻ്റെ ക്ലച്ചിൻ്റെ ഭാഗം നമ്മൾ അഴിച്ചു നോക്കുന്നുണ്ട്. ഓയിൽ ലീക്കേജോ അങ്ങനെ വേറെ എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. പറയത്തക്ക ഓയിൽ ലീക്കോ കാര്യങ്ങളൊന്നുമില്ല. അതിൻ്റെ വേരിയേറ്റർ, റോളർ, ബോസ് ഡ്രൈവ് ഇതൊക്കെ ചെക്ക് ചെയ്യുമ്പോഴും തേമാനൊക്കെ നോർമൽ സാധാരണ രീതിയിലുള്ളൂ. ബെൽറ്റിൻ്റെ കണ്ടീഷൻ നമ്മൾ അഴിച്ചു നോക്കണുണ്ട്. ബെൽറ്റ് ഇതുമ്പോൾ കിടക്കുന്നത് വലിയ പഴക്കമില്ലാത്ത ബെൽറ്റാണ്. പക്ഷേ കമ്പനി ബെൽറ്റൊന്നുമല്ല, ഒരു കുറഞ്ഞ കമ്പനിയുടെ ബെൽറ്റാണ്. ഞാൻ പറഞ്ഞ രീതിയിൽ തന്നെ മാറ്റി ഇടുമ്പോഴൊക്കെ ജെനുവിൻ പാർട്സ് യൂസ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. ഇത് വലിയ കോസ്റ്റ് വേരിയേഷനൊന്നും വന്നില്ല ഒറിജിനലുമായിട്ട് വെച്ച് നോക്കുമ്പോൾ. പക്ഷേ ക്വാളിറ്റിയിൽ ഒരുപാട് വ്യത്യാസം ഉണ്ടാവും കേട്ടോ. പിന്നെ അതേപോലെ തന്നെ നമ്മൾ ക്ലച്ച് ബാക്കിൽ വന്ന ആ ഓട്ടോ ക്ലച്ച് യൂണിറ്റിൻ്റെ CVT ക്ലച്ചിൻ്റെ ഭാഗങ്ങൾ ഫുള്ളായിട്ട് നമ്മൾ അഴിച്ചിട്ടുണ്ട്. അഴിച്ചതിൻ്റെ കാരണത്തിൽ ഈ പിന്നൊക്കെ ചെറിയ ടൈറ്റായി തുടങ്ങിയിട്ടുണ്ട്. അതായത് വെയിറ്റ് സെറ്റ് ഇതിനകത്ത് വരുമ്പോൾ നമുക്ക് കറക്റ്റായിട്ട് നമ്മൾ ആക്സിലറേഷൻ കൊടുക്കുമ്പോൾ അത് വിടർന്ന് വരണം. അത് ഇതുമ്പോൾ ടൈറ്റ് വന്നു കഴിഞ്ഞാൽ അങ്ങനെ പെട്ടെന്ന് അത് സ്വിഡ് അങ്ങനെ വിടർന്ന് വരില്ല. അങ്ങനെ വരുമ്പോഴത്തേക്കും ക്ലച്ച് ഔട്ടറിലേക്ക് പിടിക്കുന്നതിൻ്റെ സ്പീഡ് കുറയും. അപ്പോൾ നമുക്കത് എന്ത് പറ്റുമെന്ന് വെച്ചാൽ നമ്മൾ കൂടുതലായിട്ട് റേസ് ചെയ്യേണ്ടതൊക്കെ ആയിട്ട് വരും. അപ്പോൾ അത് സർവീസിനകത്തുള്ളതാണ്, ജനറൽ സർവീസിൽ ഉൾപ്പെടുത്തിയേക്കണതാണ് നമ്മൾ ഈ വർക്കുകളൊക്കെ. അതും കൂടി നമ്മൾ അഴിച്ച് ക്ലീൻ ചെയ്ത് ഗ്രീസ് ചെയ്യുന്നുണ്ട് കേട്ടോ. ഇതിൻ്റെ ഉള്ളിലെ പ്ലേറ്റൊക്കെ ഏകദേശം ഈ തുരുമ്പ് പിടിച്ചൊരവസ്ഥയിലായിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു വെള്ളത്തിനകത്തേക്കടെ ഓടെയോ അങ്ങനെ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ, ക്ലച്ച് മുങ്ങിയോ ഓടെ അങ്ങനെ എന്തെങ്കിലും ചെയ്തിട്ടായിരിക്കാം അങ്ങനെ വന്നേക്കണത്. സാധാരണ ഇതങ്ങനെ ഇതിൻ്റെ ഉള്ളിലേക്കാണ് കയറി കാര്യമായിട്ട് വരാറില്ല. പിന്നെ നമുക്ക് അതിൻ്റെ ഓവർഫ്ലോൻ്റെ കംപ്ലയിൻറ്റ് പറഞ്ഞിട്ട് പെട്രോൾ ലീക്കാണോ ഓയിൽ ലീക്കാണോ എന്നുള്ള സംശയം പറഞ്ഞിട്ടുണ്ടായിരുന്നു. പെട്രോൾ ലീക്കിൻ്റെ ലക്ഷണങ്ങളൊന്നും കാണുന്നില്ല ഇതിനകത്ത്. കാരണം നമ്മൾ നോക്കുമ്പോൾ പൈപ്പിൻ്റെ ഭാഗത്തേക്കൊന്നും വേറെ പ്രോബ്ലംസ് ഒന്നും കാണുന്നില്ല. പക്ഷേ നമുക്കിവിടെ നോക്കുമ്പോൾ എഞ്ചിൻ്റെ സൈഡിൽ ഇവിടെ ഓയിൽ ലീക്ക് ഉണ്ട്. ഇവിടെ നിന്ന് ഓയിൽ താഴെ ചാടാനുള്ള സാധ്യതയുണ്ട്. കാരണം കവർ ഗ്യാസ്കറ്റിൻ്റെ ആണ്. അപ്പോൾ അത് അഴിച്ച് മാറ്റിയിട്ട് കഴിഞ്ഞാൽ ആ പ്രോബ്ലം നമുക്ക് സോൾവ് ആയിക്കോളും. കാർബറേറ്ററിനകത്ത് നിന്ന് ഓവർഫ്ലോ വന്നാലാണ് ഈ പൈപ്പ് കൂടെ താഴേക്ക് വരാം. പക്ഷേ പ്രത്യക്ഷത്തിൽ നമുക്കത് നിലവിൽ കംപ്ലയിൻറ്റ് ഇല്ലാത്തത് കൊണ്ടും വേറെ സ്റ്റാർട്ടിങ് സംബന്ധമായിട്ട് വേറെ കംപ്ലയിൻ്റ് ഒന്നും നിലവിൽ പറഞ്ഞിട്ടില്ല. അങ്ങനത്തെ ഒരു കംപ്ലയിൻറ്റ് നമ്മൾ ചെക്ക് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടിയിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മൾ കാർബറേറ്റർ നമ്മൾ അഴിക്കുന്നില്ല. കാരണം കാർബറേറ്റർ ജനറൽ സർവീസിൽ വന്നതല്ലാണ്, നമ്മൾ അഡീഷണലായിട്ട് ചെയ്യേണ്ടതാണ്. കാരണം നമുക്ക് അനാവശ്യമായിട്ട് അത് അഴിക്കേണ്ട ആവശ്യമില്ല. കാരണം അത് അഴിക്കുമ്പോഴത്തേക്ക് നമുക്ക് ഏകദേശം ഒരു 385 രൂപ നമുക്ക് അതിന് മാത്രം വരും, അഴിച്ച് ക്ലീൻ ചെയ്യണതിന് മാത്രം. പിന്നെ എന്ന് പറഞ്ഞാൽ അതിൻ്റെ സ്ലോ ജെറ്റോ അങ്ങനെ എന്തെങ്കിലും അഡീഷണൽ പാർട്സുകളൊക്കെ വന്നു കഴിഞ്ഞാൽ പ്ലസ് അതിനേക്കാൾ അത് പാർട്സിൻ്റെ എമൗണ്ട് കൂടി അഡീഷണൽ വരും. അപ്പോൾ നിലവിൽ പറയത്തക്ക വേറൊരു കംപ്ലയിൻറ്റ് ഇല്ലാത്തത് കൊണ്ടാണ് ഞാനത് അഴിക്കുന്നതിനെ പറ്റി സജഷൻ പറയാത്തത് കേട്ടോ. കാരണം എന്താ വെച്ചാൽ നമുക്ക് പിന്നെ ഉള്ളതെന്ന് വെച്ചാൽ നമുക്കിത് ഈ ചോക്കിൻ്റെ കേബിൾ വർക്കിംഗ് അല്ല, ഇത് ടൈറ്റായി കിടക്കുകയാണ്. അത് നമുക്ക് ശരിക്കും
രാവിലെയൊക്കെ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഈ ചോക്ക് ഉപയോഗിച്ച് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. കാരണം അത് നമുക്ക് പെട്ടെന്ന് വണ്ടി സ്റ്റാർട്ടാവാനും ബാറ്ററിക്ക് ഗുണമാണ്. കാരണം ഞാൻ ഒരു പ്രാവശ്യം കാലത്ത് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്തൊന്ന് വലിച്ചു വെച്ച് സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ വണ്ടി പെട്ടെന്ന് സ്റ്റാർട്ടായി കിട്ടും, പെട്ടെന്ന് എഞ്ചിൻ വാമാവും. അപ്പോൾ നമുക്ക് ഓടിക്കാനുള്ളൊരു സ്മൂത്ത്നെസ്സും കാര്യങ്ങളും കിട്ടും, പെട്ടെന്ന് സ്റ്റാർട്ടായി കിട്ടാനായിട്ട് അത് ഉപയോഗപ്പെടും. ഇനി അതല്ല നമ്മൾ ഉപയോഗിക്കാണ്ടിരിക്കുമ്പോഴാണ് ഇതൊക്കെ ഇതേപോലെ ഒന്ന് ടൈറ്റായി പോകണം കേട്ടോ. അതിങ്ങനെ ടൈറ്റായി കിടന്നാലും ഔട്ടർ വലിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് നേരെ വിപരീത ഫലം ചെയ്യും. കാരണം ചോക്കായി നിന്ന പെട്രോൾ അനാവശ്യമായിട്ട് കത്തിപ്പോവുകയും ചെയ്യും. അപ്പോൾ അതുകൊണ്ട് അത് ചേഞ്ച് ചെയ്തിടണമാണ് നല്ലത്. അതുപോലെ തന്നെ ആക്സിലേറ്ററിൻ്റെ കേബിളും നല്ല രീതിയിൽ ടൈറ്റ് കാണിച്ചു തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഈ 2 കേബിളിൻ്റെ കേസും നോക്കിയിട്ട് ഒന്ന് പറയാം. അത് ഞാനൊരു എസ്റ്റിമേറ്റ് ഇടാം, എസ്റ്റിമേറ്റ് ഇട്ടതിൻ്റെ ഡീറ്റെയിൽസ് പറയാം. അത് നോക്കിയിട്ടൊന്ന് റിപ്ലൈ ഇട്ടാൽ മതി. പിന്നെ ഫ്രണ്ട് ഭാഗത്തേക്ക് വരുമ്പോഴത്തേക്കും ഫ്രണ്ട് നമുക്ക് അതിൻ്റെ ബുഷൊക്കെ ഗ്രീസ് ചെയ്യാൻ വേണ്ടി അയച്ചാനാണ്. ലിങ്ക് ടൈപ്പ് സസ്പെൻഷൻ നമുക്ക് ഫ്രണ്ട് വരാം. അപ്പോൾ അതിനൊന്നും വേറെ പ്രോബ്ലം ഇല്ല. ഈ ഫ്രണ്ടിൽ വരുന്ന കുഷൻ അസംബ്ലി ഉണ്ടല്ലോ, ഇതിൻ്റെ ബുഷൊക്കെ ശരിക്കും ഓവലായി പോയിട്ടുണ്ട്. കാരണം നമ്മൾ റോട്ടിലുള്ള ഗട്ടറിലൊക്കെ ചാടുമ്പോൾ കറക്റ്റ് ഷേക്ക് കിട്ടുന്നത് ഇതിനകത്താണ്. അതിനകത്ത് വന്നേക്കുന്നതും നമുക്കൊരു കറക്റ്റായിട്ട് നമുക്കൊരു സ്മൂത്ത്നെസ് കിട്ടാൻ വേണ്ടിയിട്ട് റബ്ബർ ടൈപ്പ് ഒരു ബുഷ്, റബ്ബർ വിത്ത് പ്ലാസ്റ്റിക് അങ്ങനെ വേണമെങ്കിൽ പറയാം, ആ രീതിയിലുള്ള ഫ്ലെക്സിബിൾ ആയിട്ടൊരു ബുഷാണ്. അത് ഓവലായി പോയിട്ടുണ്ട്. അപ്പോൾ നമുക്കതൊന്ന് ചേഞ്ച് ചെയ്തിട്ടാൽ നന്നായിരിക്കും. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഫ്രണ്ടിൽ നിന്ന് ചെറിയ അടിപിടി സൗണ്ട് ഉണ്ടാവും. പിന്നെ ഫ്രണ്ട് ബ്രേക്കിൻ്റെ ലൈനർ മാക്സിമം ഉപയോഗിച്ച് തീർന്നതാണ്, പരമാവധിയിലേക്ക് എത്തിയിട്ടുണ്ട്. മാറ്റി കളയണതാണ്, മാറ്റി റീസെറ്റ് ചെയ്യണതാണ് നല്ലത്. കാരണം എന്ന് വെച്ചാൽ ഓൾറെഡി മാക്സിമം അഡ്ജസ്റ്റിങ്ങിലാണ് നിൽക്കുന്നത്. പിന്നെ അതുപോലെ തന്നെ നമുക്ക് അതിൻ്റെ ബാറ്ററിയുടെ ഭാഗമൊക്കെ നമ്മൾ ചെക്ക് ചെയ്ത് പോകുന്നുണ്ട്. 2023 മോഡൽ ആംബ്രോണിൻ്റെ ബാറ്ററിയാണ് വണ്ടിയിൽ ഇരിക്കുന്നത്. അപ്പോൾ നമ്മളത് ബാറ്ററി ടെസ്റ്റ് കൂടി നടത്തുന്നുണ്ട്. വാറണ്ടി പീരീഡിലുള്ള ബാറ്ററിയാണ് എങ്കിൽ കൂടി ജനറൽ സർവീസിൽ അതും കൂടി ഉള്ളത് കൊണ്ട് നമ്മളതും കൂടി അതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട്, ബാറ്ററി ടെസ്റ്റും കൂടി. വോൾട്ട് ചെക്ക് ചെയ്യുമ്പോൾ 12.77 റേഞ്ചിൽ വരുന്നുണ്ട്. നല്ല വോൾട്ടൊക്കെ നമുക്ക് ഉപയോഗിക്കാൻ കിട്ടുന്നുണ്ട്. ബാറ്ററി ടെസ്റ്റിലേക്ക് കൊടുക്കുമ്പോഴും നിലവിൽ ഓക്കെയാണ്, വേറെ പ്രോബ്ലം ഒന്നുമില്ല. പുതിയ ബാറ്ററിയാണ്, വാറണ്ടി പീരീഡിലുള്ള ബാറ്ററി ആണെങ്കിൽ കൂടി സർവീസിൽ അത് ഉൾപ്പെടുത്തിയേക്കണമുണ്ട്, അതുകൂടി നമ്മൾ ചെക്ക് ചെയ്യണമെന്ന് മാത്രം. പിന്നെ അതിൻ്റെ ഇൻഡിക്കേറ്ററും ഫോണിൻ്റെയും സ്വിച്ച് ചെറിയൊരു ലൂസ് കോൺടാക്റ്റ് പോലെയൊക്കെ ഉണ്ട്. അപ്പോൾ അതൊന്ന് ചേഞ്ച് ചെയ്തിട്ടേക്കാം. പ്ലാസ്റ്റിക് ടൈപ്പ് സ്വിച്ചാണ്, അതിടയ്ക്ക് ഡാമേജ് വരൽ സ്വാഭാവികം. പിന്നെ ഫ്രണ്ട് ടയറിൻ്റെ ഭാഗമൊക്കെയാലും ഫ്രണ്ട് ടയറൊക്കെ ഒരു സൈഡ് തീർന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിൻ്റേതായിട്ടുള്ളൊരു ഹാൻഡിലുമേ ഒരു ബലം അനുഭവപ്പെടുന്നുണ്ട്. അപ്പോൾ ടയർ ഇടുമ്പോൾ ശരിക്കും പറഞ്ഞാൽ മാറ്റിയിടുമ്പോൾ നമുക്ക് കമ്പനി ഈ മോഡലിൽ തന്നെ ടയർ യൂസ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കാം. സാബർ മോഡൽ തന്നെയാണ് നമുക്ക് വേണ്ട. കാരണം അതിൻ്റെ ബാക്കിലിട്ടാണ് ടയർ ഈ ശരിക്കും നമുക്ക് ഈ വണ്ടിക്ക് വന്ന ഡിസൈൻ അല്ല ശരിക്കും. കാരണം എപ്പോഴും നമുക്ക് ഈ മോഡൽ യൂസ് ചെയ്യണതാണ് ബെറ്റർ. അതിന് ആ മോഡലിനെ പറയുന്നത് സാപ്പർ മോഡൽ എന്ന് പറയാം. അപ്പോൾ അത് ചൂസ് ചെയ്യുന്നതായിരിക്കും കുറച്ചുകൂടി ബെറ്റർ. അപ്പോൾ ഫ്രണ്ടിലത്തെ എന്തെങ്കിലും തീർന്ന് നിൽക്കണേ ടയർ മാറ്റി ഇട്ട് ഓടിക്കുകയാണെങ്കിൽ അതായിരിക്കും കുറേ കൂടി ബെറ്റർ. കാരണം ഹാൻഡിൽ നമ്മൾ ഒരുപാട് ബലപ്പെട്ടിരിക്കേണ്ട ഒരു സിറ്റുവേഷൻ കാണിക്കുന്നുണ്ട് ഓടിക്കുമ്പോൾ. പിന്നെ പ്ലഗ് ഒക്കെ ആയാലും ഒന്ന് ക്ലീൻ ചെയ്ത് കയറ്റാം. സെക്കൻഡറി ഫിൽറ്റർ യൂണിറ്റ് ആയാലും പുതിയതാണ്, വലിയ പഴക്കമൊന്നും ആയിട്ടില്ല. എഞ്ചിൻ ഓയിൽ നോക്കുമ്പോൾ ഓയിലും ഫ്രഷ് ഓയിലാണ് കാണുന്നത്, പുതിയ ഓയിലായിട്ടാണ് കിടക്കുന്നത്. വലിയ പഴക്കം തോന്നണില്ല. സാധാരണ നമുക്ക് ഓയിൽ ചേഞ്ച് ശരിക്കും പറഞ്ഞാൽ 3000 കിലോമീറ്റർ ബേസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ കിലോമീറ്ററാണ് നമ്മൾ നോക്കേണ്ടത്, ഇതിൻ്റെ കളറ് കാര്യങ്ങളല്ല. അപ്പം നിലവിൽ അത്യാവശ്യം ഭാഗങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു എസ്റ്റിമേറ്റ് ഞാനൊന്ന് പറയാം. നമുക്ക് മാറ്റേണ്ട പാർട്സുകൾ ഞാനിപ്പോൾ എസ്റ്റിമേറ്റിൽ പെടുത്തുന്ന പാർട്സുകൾ ജസ്റ്റ് ഒന്ന് പറയാം. ഇൻഡിക്കേറ്ററിൻ്റെ സ്വിച്ച് പെടുത്തുന്നുണ്ട്, ഫോണിൻ്റെ സ്വിച്ച് പെടുത്തുന്നുണ്ട്. ഫ്രണ്ടിലേക്ക് വരുമ്പോൾ ഈ ഗ്രീൻ ബുഷ് നമുക്ക് അതിനകത്ത് ഉൾക്കൊള്ളിക്കുന്നുണ്ട്. അതേപോലെ ഫ്രണ്ട് ബ്രേക്കിൻ്റെ ലൈനർ നമ്മൾ അതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. പിന്നെ ആക്സിലേറ്ററിൻ്റെ കേബിൾ ടൈറ്റ് കാണിക്കുന്നുണ്ട്, അപ്പോൾ അത് ഞാൻ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ചോക്കിൻ്റെ കേബിളും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. പിന്നെ അതേപോലെ ഈ ഭാഗത്തേക്ക് വരുമ്പോഴത്തേക്ക് നമുക്ക് അതിൻ്റെ ഇത് ക്ലച്ചിൻ്റെ ഭാഗത്ത് നമ്മൾ ഗ്രീസിങ് കാര്യങ്ങളൊക്കെയാണ് പറഞ്ഞേക്കുന്നത്. പിന്നെയുള്ളത് ആ ഹെഡിൻ്റെ ഇവിടെ തന്നെ ഓയിൽ ലീക്കിൻ്റെ കേസ് പറഞ്ഞിട്ടുണ്ടല്ലോ, അതിൻ്റെ ഗ്യാസ്കറ്റും ആ മൗണ്ട് റബ്ബറും അത്രയും ഭാഗങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ വീഡിയോ കണ്ടതിന് ശേഷം ഒന്ന് റിപ്ലൈ ഇടാം. അപ്പോൾ ഏതൊക്കെയാണ് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ പെർമിഷൻ കിട്ടിയാൽ മാത്രമേ നമ്മളത് ചെയ്യുള്ളൂ. നിലവിൽ നമ്മൾ ചെക്ക് ചെയ്യുമ്പോൾ കാണുന്ന കംപ്ലയിൻറ്റുകളാണ് നമ്മൾ ഇൻഫോം ചെയ്യണത്. അത് ഇന്നല്ലെങ്കിൽ നാളെ നമ്മൾ ചെയ്ത് തന്നെ പറ്റുള്ളൂ. അപ്പോൾ സ്വാഭാവികമായിട്ട് ഇപ്പോൾ കൂട്ടത്തിൽ ചെയ്തു പോകേണ്ടി അതായിരിക്കും കുറച്ചുകൂടി ബെറ്റർ. ഇതിനകത്ത് ആ കേബിളുകൾ, ചോക്കിൻ്റെ കേബിളൊക്കെ ജനറൽ സർവീസിന് നമുക്ക് ഉൾപ്പെടുത്താം. ആക്സിലേറ്ററിൻ്റെ കേബിൾ മാത്രമാണ് നമുക്ക് സർവീസിന് പുറമെ വന്നൊരു വർക്കായിട്ടുള്ളൂ. ബാക്കിയതൊക്കെ ജനറൽ സർവീസിൽ ഉൾപ്പെടുന്ന വർക്കുകളിൽ ഉൾപ്പെടുത്തി നമുക്കത് ചെയ്തു പോകാം. ഓക്കെ, അപ്പോൾ നോക്കിയിട്ടൊന്ന് റിപ്ലൈ ഇടണം. ഞാൻ അതിൻ്റെ ഒരു എസ്റ്റിമേറ്റും ഈ വീഡിയോ സഹിതം വാട്സാപ്പിലേക്ക് ഒന്ന് സെൻഡ് ചെയ്തിടാം. നോക്കിയിട്ടൊന്ന് പറഞ്ഞാൽ മതി. ഓക്കെ.